മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരാളുടെ മുട്ടുവേദന ഡോക്ടർ മാറ്റിയിട്ടുണ്ട്. ആളൊരു പ്രവാസിയായിരുന്നു. ആൾക്ക് നിൽക്കാനോ നടക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒറ്റ മാസം കൊണ്ട് തന്നെ ആളുടെ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആളുടെ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് KPK തങ്ങൾ, പെരിന്തൽമണ്ണ. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസം നിർത്തി 3-4 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വരുമ്പോൾ മുട്ടിനൊരു വേദന ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്ന ഞാൻ കൂട്ടുകാരുമായി വാക്കിങ്ങിന് പോകുമ്പോൾ എനിക്ക് അവരെപ്പോലെ നടക്കാൻ കഴിയില്ലായിരുന്നു. കുറച്ച് നടക്കുമ്പോഴേക്കും കാലിൻ്റെ മുട്ടിൽ വേദന വരികയും ഞാൻ നടത്തം നിർത്തി തിരിച്ചു പോരുകയും ചെയ്തിരുന്നു. ആ അവസരത്തിൽ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ മങ്കടയിലുള്ള ക്രസൻറ്റ് ആയുർവേദിക് ഓർത്തോ ക്ലിനിക്കിനെ പറ്റി പറഞ്ഞു തരികയും അവിടുത്തെ ടെലിഫോൺ നമ്പർ തരികയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ ഡോക്ടർ ഷമീർ തോടെങ്ങൽ എന്ന സാറുമായി സംസാരിക്കുകയും എന്നോട് നേരിട്ട് വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്കെൻ്റെ കാൽമുട്ട് വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് ഞാൻ അൽഹംദുലില്ലാഹ് 5 കിലോമീറ്ററും 10 കിലോമീറ്ററും 21 കിലോമീറ്റർ വരെ ഓടി മാരത്തോണുകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 5-10 കിലോമീറ്റർ നടക്കുവാനൊന്നും എനിക്കൊരു പ്രയാസവുമില്ല. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് വരെ നടന്നിട്ടുണ്ട്. പിന്നീട് അതിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വല്ല വേദന സംബന്ധമായോ മറ്റോ വല്ല അസുഖങ്ങളോ ഉണ്ടെങ്കിൽ മങ്കട ക്രസൻറ്റ് ആയുർവേദിക് ക്ലിനിക്കുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മങ്കട ക്രസന്റ് ആയുർവേദ ക്ലിനിക്കിലെ ഷമീർ ഡോക്ടറാണ്. ഡോക്ടറെ, നമ്മുടെ ക്ലിനിക്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഒരു പ്രവാസിയായിരുന്നു ആള്. ഒരു മാസം കൊണ്ടാണ് നമ്മളത് ക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുട്ടുവേദനയായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നിൽക്കാനോ നടക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ആൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മളത് ക്യൂർ ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ആൾക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു? പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾക്ക് 49 വയസ്സുള്ള ആളാണ്. ആൾ പ്രവാസിയായിരുന്നു. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മണിക്കൂറോളം അയാൾക്ക് നിൽക്കണം. പിന്നെ ഇടയ്ക്ക് വെയിറ്റ് എടുക്കണം. വണ്ടിയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇറക്കണം. വെയിറ്റ് എടുത്ത് അയാൾക്ക് സ്റ്റെപ്പ് കയറണം. കുറച്ച് കാലമായി അയാൾക്ക് മുട്ടുവേദന തുടങ്ങുന്നുണ്ട്. റീസെൻ്റായിട്ട് ആൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ കാലിൽ അയാൾക്ക് നീര് വരുന്നുണ്ട്. അധികം നടക്കാൻ പറ്റുന്നില്ല. ജോലി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന. ടോയ്ലറ്റിൽ ഇരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാതായപ്പോഴാണ് അയാൾ അതിൽ നിന്ന് ഗൾഫ് നിർത്തിയിട്ട് നാട്ടിൽ വന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ ഒക്കെ അത്യാവശ്യം തടിയുണ്ട്. 49 വയസ്സാണ്. പക്ഷേ ബാക്കി കോമോർബിഡിറ്റീസ് ഒന്നുമില്ല. അതായത് ഉദ്ദേശിച്ചത് പ്രമേഹം, പ്രഷർ, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ആവറേജ് ബിൽറ്റാണ്. ഭയങ്കര തടിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തടിയുള്ള ഒരാളാണ്. ഹൈറ്റ് ഇത്തിരി കുറവാണ്. കാലുവേദനയായിരുന്നു പ്രസൻറ്റേഷൻ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്കി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റേ എടുപ്പിച്ചപ്പോൾ ടിപ്പിക്കലി നമ്മൾ പറയുന്ന ഒരു ഗ്രേഡ് 2 to 3, 3 പോയിട്ടില്ല, എന്നാൽ 2 ആണ് കഴിയും ചെയ്തിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരുന്നു കേസ്. പേഷ്യൻ്റ് വരുന്നത് നടന്നു കഴിഞ്ഞാലോ കുറേ സമയം നിന്ന് കഴിഞ്ഞാലോ സ്വെല്ലിങ് വരുന്നു. കാലിന് മുട്ടുവേദന ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്വെല്ലിങ് വരുന്നു. അധികം നടന്നിട്ടൊന്നുമില്ലെങ്കിൽ ആ സ്വെല്ലിങ് പോവും. അധികം ഇരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള പെയിൻ. അപ്പോൾ പെയിൻ മാറ്റം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ആള് വേറൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ എക്സസൈസോ ഒന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നീ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പ്രോട്ടോക്കോൾ നമ്മളെപ്പോഴും പറയും, ഒരു 5% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 50% നമുക്ക് മുട്ടുവേദനയും ഉരവേദനയും മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ എന്താ വെച്ചാൽ ചെറുതായിട്ട് ഡയറ്റ് പറഞ്ഞു. കാരണം ഒരു 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് ഡയറ്റിൽ വെയിറ്റ് കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ റുട്ടീൻ ഫുഡിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് പറഞ്ഞു കൊടുത്തു വെയിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്റേ എടുത്തു എന്ന് പറഞ്ഞു. MRI ഒന്നും പോയില്ല. കാരണം ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ മാത്രമേ, അതായത് നമുക്ക് MRIയുടെ ആവശ്യമില്ല. ലോക്കിംഗ് ഒന്നും പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പേഷ്യൻ്റ് അസസ് ചെയ്യുന്ന സമയത്ത് സിവിയർ സ്വെല്ലിംഗ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ബുദ്ധിമുട്ടും. അപ്പോൾ സ്വെല്ലിങ്ങിന് 2 കാരണങ്ങളാണ് സാധാരണ വരുന്നത്. ഒന്നല്ലെങ്കിൽ തേയ്മാനം വന്ന് ജോയിൻറ്റിൻ്റെ സ്പേസ് പോയിട്ട് വാഷറിന് പൊട്ടൽ വരണം. എപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് സ്വെല്ലിങ് വരുന്നത്. അതല്ലെങ്കിൽ ജോയിൻറ്റ് സ്പേസ് കുറഞ്ഞ് സൈനോവൈറ്റീസ് വരണം. അപ്പോഴാണ് ഈ സ്വെല്ലിങ് വരുന്നത്. അപ്പോൾ 2 കാരണം, ഒന്ന് ഇവരുടെ വെയിറ്റിൻ്റെ കാര്യം, ഒന്ന് രണ്ടാമത്തെ മസിൽ വീക്ക്നെസ്, മൂന്നാമത് ലോഡിങ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് വെയിറ്റ് കുറക്കാനുള്ള പാരാമീറ്റർ പറഞ്ഞു കൊടുത്തു. ഭയങ്കര റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞില്ല. സാധാ ഒരു ഡയറ്റ്, നമ്മളിപ്പം പ്രോട്ടീൻ കുറച്ച് കൂട്ടിയിട്ടുള്ള
അതുപോലെ തന്നെ കാർബ് കുറച്ച് പൊരിച്ചതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ പോലെ ചെറിയ ഡയറ്റേ പറഞ്ഞു കൊടുത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മെഡിസിൻ ഓഫ് ചോയ്സ് ആയുർവേദത്തിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മളൊരു എൻഡിൽ നിന്ന് തുടങ്ങുമ്പോൾ പൂർണ്ണമാതി കഷായം, അമൃതോത്തരം കഷായം, രാസന സപ്തക്കും 10-15 കഷായങ്ങൾ ഇത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കൃത്യമായിട്ട് മരുന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഡയബറ്റിക് അല്ലാത്തതുകൊണ്ട് നമുക്ക് അരിഷ്ടം വരെ നമുക്ക് പേഷ്യന് കൊടുക്കാൻ പറ്റും. ബാക്കി ബ്ലഡിലെ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒന്നും ആൾറെഡി ഇല്ല. ആ റിപ്പോർട്ടൊക്കെ കൊണ്ടാണ് അയാൾ വന്നത്. കാരണം ഈ വേദന വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വെല്ലിംഗ് ഒക്കെ കാണും, ബാക്കി പാരാമീറ്റേഴ്സൊക്കെ അലോപ്പതിയൊക്കെ കാണിച്ചുകൊണ്ട് അവരതൊക്കെ നോക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മെഡിസിൻ സെലക്ട് ചെയ്തു. നമ്മൾ സാധാരണ നമ്മൾ വരും ജോയിൻറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യും. കാരണം ജോയിൻറ്റിലോട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജോയിൻറ്റ് ലൈൻ ഉണ്ട്, മീഡിയൻ ലാറ്ററൽ ജോയിൻറ്റ് ലൈനും പിന്നെ പുറകിലുള്ള പോപ്പുലേറ്റിൽ പോസ്. ഈ ഏരിയയിലൂടെ മാത്രമേ നമുക്ക് ജോയിൻറ്റിൽ ആക്സസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ആണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, ട്രോമാറ്റിക് ആണെങ്കിൽ വ്യത്യാസം വരും, ആണെങ്കിൽ വ്യത്യാസം വരും, വാദമാണെങ്കിൽ വ്യത്യാസം വരും. അപ്പോൾ അത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ പേഷ്യൻ്റ് കൊടുക്കുന്നു, നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നു. ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മൾ സാധാരണ ഐസോമെട്രിക് എക്സസൈസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ജോയിൻറ്റിന് പരിക്കുകൾ കൂട്ടാത്ത എക്സസൈസ് ഉണ്ട്, എന്നാൽ മസിലിലെ സ്ട്രെങ്ത് വരും ചെയ്യും. അപ്പോൾ അതൊക്കെയുള്ള എക്സസൈസ് പറഞ്ഞാൽ നടക്കാനൊന്നും പറഞ്ഞില്ല. അവർക്ക് റുട്ടീനായിട്ട് റെഗുലറായിട്ട് അവർ വണ്ടി സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തൽക്കാലം നമ്മൾ നീ ക്യാപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു. ആ നീ ക്യാപ്പിൻ്റെ പ്രത്യേകത ഒരു കാരണവശാലും റെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നീ ക്യാപ്പ് കൊടുത്തു, വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു, പ്രോപ്പറായിട്ട് മെഡിസിൻ കൊടുത്തു, ലോക്കൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അഡ്മിറ്റ് പോലും പറഞ്ഞില്ല. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വരാൻ പറഞ്ഞു. പേഷ്യൻ്റ് വന്നപ്പോഴേക്കും സ്വെല്ലിങ് നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ ആ സ്വെല്ലിങ് എപ്പോഴും ഇല്ല. അയാൾ ഓവർ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മാത്രമേ സ്വെല്ലിങ് ഉള്ളൂ. പക്ഷേ വരുന്ന സമയത്തുള്ള സ്വെല്ലിങ് കുറഞ്ഞു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ലൈൻ ടെൻഡർനെസ്, അത് നമ്മൾ മെനിസ്കസിന് വരുന്ന പരിക്കുകളിലും ഓസ്റ്റിയോആർത്രൈറ്റിസിലും കാണും. പക്ഷെ നമ്മൾ ആ ഏരിയയിലാണ് നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കൊടുത്തത്. പേഷ്യൻറ്റിന് വന്നപ്പോഴേക്കും ജോയിൻറ്റ് ലൈൻ ടെൻഡർനെസ്, അപ്പോൾ നല്ല സ്വെല്ലിങ്, നമ്മൾ പുറത്ത് കാണുന്നല്ല ഉള്ളിൽ കാണുന്ന സൈനോവൈറ്റീസും അതുപോലെ തന്നെ അത് കുറഞ്ഞാൽ മാത്രമേ ജോയിൻറ്റ് ലൈനിൽ വരുന്ന ടെൻഡർനെസ് കുറയുള്ളൂ. ഫസ്റ്റ് വിസിറ്റ് തന്നെ ഡോക്ടർ ആ പേഷ്യൻറ്റിന് ആ ഒരു ടെൻഡർനെസ് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും സ്വെല്ലിങ് കുറഞ്ഞുകൂടി നമ്മൾ മെഡിസിൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ഈ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടൊരു 2 ആഴ്ചയും കൂടെ വരാൻ പറഞ്ഞു. ടോട്ടൽ 3 വീക്സ് ആയപ്പോഴേക്കും പേഷ്യൻറ്റിന് ജോയിൻറ്റ് ലൈൻ ടെൻഡർനെസ്സേ ഇല്ലാണ്ടായി. അതേസമയം ഒരു 3 ആഴ്ച കൊണ്ട് പേഷ്യൻറ്റ് 2-3 കിലോ ഒക്കെ പേഷ്യൻറ്റ് കുറച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റ് എത്തി. കാരണം അയാൾ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് അയാൾക്ക് വെയിറ്റ് കൂടുതൽ. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞു, എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കൊടുത്തു, നീ ക്യാപ്പ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾക്ക് എത്ര നടന്നാലും, വീട്ടിനകത്തൊക്കെ നടന്നാലും, അധികം കയറ്റം കയറിയിട്ടില്ലെങ്കിൽ കുറേ സമയം നിന്നാലോ നടന്നാലോ ഉള്ള ബുദ്ധിമുട്ട് കുറഞ്ഞു. ഒരു കാര്യം ബോഡി വെയിറ്റ് ആവാം, ഒന്ന് മസിൽ വീക്ക്നെസ് ആവാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് പറഞ്ഞു, വെയിറ്റ് കുറച്ച് മെഡിസിനും കൊടുത്തു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ആ ഒരു തൊടുമ്പുള്ള വേദന, അതാണ് ടെൻഡർനെസ് പറയുന്നത്, ടെൻഡർനെസ് കംപ്ലീറ്റ് ആയിട്ട് പോയി. 3 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ മെഡിസിൻ വീണ്ടും മാറ്റി. നമുക്ക് ഇനി വേണ്ടത് നമ്മൾ ടിഷ്യൂ ഡീജനറേഷൻ ഒഴിവാക്കാനുള്ള, നമുക്കറിയാം തേയ്മാൻ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റീജനറേഷൻ വരാൻ വേണ്ടിയുള്ള മെഡിസിൻസാണ്. ആയുർവേദത്തിൽ നമുക്ക് ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആയുർവേദത്തിലെ പ്രോട്ടോകോൾ അങ്ങനെ പറയുന്നുണ്ട്. അത് പ്രകാരമുള്ള മെഡിസിൻസിലോട്ട് പതുക്കെ ചാടി. അതായത് പെയിനും നീരുള്ള മെഡിസിൻസ് കുറച്ചുകൂടെ നറിഷിംഗ് ആയിട്ടുള്ള മെഡിസിൻസിലോട്ട് ചാടി. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറഞ്ഞു, കയറ്റം ഇറക്കം ഉണ്ടാവരുത്, നടക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞത് 20 മിനിറ്റ് നടക്കാനാണ്. പതുക്കെ 2-3 ദിവസം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അരമണിക്കൂർ മുതൽ 50 മിനിറ്റ് വരെ നടക്കാൻ പറഞ്ഞു. ഈ നടക്കുമ്പോൾ നമുക്ക് നീ ക്യാപ്പ് യൂസ് ചെയ്യാം. നടന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐസ് വെക്കാൻ പറഞ്ഞു. നമുക്കറിയാം ലോക്കലായിട്ട് ചെറിയ നടക്കുമ്പോൾ ചെറിയ നീരിട്ട് വരും. അപ്പോൾ അത് വേദന കൂടാതിരിക്കാൻ നമ്മൾ ഐസ് കംപ്രഷൻ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ ഐസോമെട്രിക് എക്സസൈസ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കി. നമ്മൾ കാല് വെച്ച് അമർത്തതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രേറ്റ് ലെഗ് റൈസ് പോലെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വെയിറ്റ് വെക്കാൻ പറഞ്ഞു. വെയിറ്റ് കഫിന് പകരം നമ്മൾ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോയുടെ ഒക്കെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, വീട്ടിൽ നിന്നാണല്ലോ ചെയ്യുന്നത്. വാട്ടർ ബോട്ടിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഐസോമെട്രിക് എക്സസൈസ്, BMO എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പേഷ്യൻറ്റിന് പൂർണ്ണമായിട്ടും നിലത്ത് ഇരിക്കാൻ പറ്റി, വേദനയില്ലാണ്ട്. സാധാരണ നമ്മൾ 1 മാസം കഴിഞ്ഞു വന്നാൽ സാധാരണ നല്ല സിവിയർ സ്വെല്ലിങ്ങിലൊന്നും 1 മാസത്തിൽ ആരും ഇരിക്കാറില്ല. പേഷ്യൻറ്റിൻ്റെ ആ വെയിറ്റ് ഗെയിൻ അതിൽ കുറക്കാൻ പറ്റിയ ആൾക്ക് അതിലൂടെ കൃത്യമായിട്ട്, കാരണം അയാൾ നാട്ടിൽ നിൽക്കുകയാണ്, ഇനി എക്സസൈസ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ്. പക്ഷേ നടക്കുമ്പോഴൊക്കെ പെയിന് കൂടുന്നതുകൊണ്ടാണ് അവർ വന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർ എക്സസൈസ് പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഐസ് കംപ്രഷൻ ചെയ്തു, മെഡിസിൻ കറക്റ്റായിട്ട് കഴിച്ചു, കൃത്യമായിട്ട് എക്സസൈസ് നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. പേഷ്യൻറ്റ് എക്സസൈസ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നടക്കുമ്പോഴുള്ള വേദന മാറി, കുറേ സമയം നിൽക്കുമ്പോഴുള്ള വേദന മാറി. പിന്നെ അയാൾ പതുക്കെ ഇരിക്കാൻ തുടങ്ങി. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇരിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ മുന്നോട്ട് പോകരുത്, 2 കൈയൊക്കെ കൂത്തിയിട്ട് പതുക്കെ നിലത്തിരിക്കാവൂ, ആദ്യം തന്നെ പോയി ഇരിക്കരുത്, മെല്ലെ നമ്മൾ ആ ഫ്ലെക്ഷൻ അറ്റൻഡ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പതുക്കെ പേഷ്യൻ്റ് ഇരുന്നു. ഒരു മാസം ആയപ്പോഴേക്കും കൃത്യമായിട്ട് പേഷ്യൻറ്റിന്
നിലത്ത് ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിലത്തിരിക്കാൻ പറ്റി. ഇനി അതിൻ്റെയും കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജാണ് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത്, വിത്ത് ലോഡാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ അയാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിലത്ത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്, അതാണ് വലിയ പ്രശ്നം. ഇപ്പോഴേ എല്ലാവരും സ്റ്റൂളിൽ ഇരിക്കുമ്പോൾ നിലത്തിരിക്കുമ്പോൾ ഞാൻ മാത്രം സ്റ്റൂളിൽ എനിക്ക് ഇത്ര പ്രായമുള്ളൂ എന്നുള്ളതായിരുന്നു പ്രശ്നം. അയാൾക്ക് പൂർണ്ണമായിട്ടും നിലത്ത് നിസ്കരിക്കാൻ പറ്റും. പിന്നെ അടുത്തത് അയാളൊരു ആഗ്രഹം പറഞ്ഞെന്ന് വെച്ചാൽ, ഡോക്ടറെ എനിക്കിനി ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു അഡ്വൈസ് കൊടുത്താണ്, നിങ്ങൾ ഈ നടത്തം 50 മിനിറ്റ് നടക്കുന്ന നടത്തം, അയാൾ ഒരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു നടന്നത്, പെരുന്തമണ്ണ അടുത്താണ് വീട്, സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു നടന്നിരുന്നത്. അത് പിന്നെ അയാൾ പതുക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബൈപ്പാസിലോട്ട് മാറ്റി. അവർ സ്വന്തമായിട്ട് മാറിയതാണ്. ബൈപ്പാസ് ആകുമ്പോൾ 6 കിലോമീറ്റർ ബൈപ്പാസാണ്. സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ ആളുകൾ അവരെ നടക്കുന്ന ഏരിയ ഉണ്ട്, റണ്ണേഴ്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, നമ്മളടക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ അയാൾ 3 കിലോമീറ്റർ 6 കിലോമീറ്റർ എന്നും നടക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ മെല്ലെ ഓടാൻ തുടങ്ങി. അതിൻ്റെ പ്രോട്ടോകോളും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പെയിനില്ലാതെ 1 മണിക്കൂർ അയാൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് വേദന ഇല്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് പതുക്കെ ഓടാൻ തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ പ്രോട്ടോകോൾ. കൃത്യമായിട്ട് അയാൾ 6 കിലോമീറ്റർ ഏകദേശം ഒരു 40-50 മിനിറ്റ് കൊണ്ട് നടന്ന് എത്തുന്ന രീതിയിൽ പതുക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് അയാൾ ഒരു 6 മണിക്കൂർ ഓടിയെത്തുന്ന രീതിയിൽ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അയാൾ പിന്നെ പതുക്കെ 3 കിലോമീറ്റർ, പിന്നെ 5 കിലോമീറ്റർ മത്സരം, പിന്നെ 10 കിലോമീറ്റർ. ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഒരു 6 മാസമൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു, ഡോക്ടറെ ഞാൻ അടുത്ത ദിവസം 21 കിലോമീറ്റർ മാരത്തോണ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മലപ്പുറം ടു പെരിന്തൽമണ്ണ മാരത്തോണ് അയാൾ ഓടി. അയാൾ ഇപ്പോഴും ഒരു ഹാഫ് മാരത്തോൺ 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ആ ഓടുന്ന സജീവമായിട്ട് അയാൾ ഇപ്പോഴും ഓടുന്നുണ്ട്. അയാൾ വെയിറ്റ് ഒക്കെ കുറച്ചു, ആൾ ഫിസിക്കലി ഫിറ്റായി. കാലിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ഈവൻ വളരെ അപൂർവമായിട്ടാണ് സാധാരണ ജിം സ്ട്രെങ്തനിങ് ചെയ്യാതെ മുട്ടുവേദന നമുക്ക് മാറ്റാൻ പറ്റാറുള്ളൂ. ആ ആൾ അത്രയും വില്ലിങ് ആയതുകൊണ്ട് ഇപ്പോൾ അയാൾ 21 കിലോമീറ്റർ എന്നെക്കാളും സ്പീഡിൽ അയാൾ 21 കിലോമീറ്റർ ഓടി തീർക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വെയിറ്റ് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്നില്ലാതെ പോലും നമുക്ക് മുട്ടുവേദന, മസ്കുലോ സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ല് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിന് മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയും, എല്ലിൻ്റെ ബലം കുറയും. 40 വയസ്സ് കഴിയുമ്പോഴേക്കും ഓരോ വർഷം കഴിയുമ്പോഴേക്കും 10% നമ്മളെ മസിലിൻ്റെ മാസ് കുറയും. ലേഡീസ് ആണെങ്കിൽ പീരിയഡ്സ് നിൽക്കുമ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ നിന്ന് കഴിഞ്ഞാൽ മസിൽ ലാക്സ് ആവും. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട്, ഇപ്പോൾ പീരിയഡ്സുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ 45 വയസ്സിന് മുമ്പ് 40 വയസ്സാകുമ്പോഴേക്കും നടന്നു തുടങ്ങണം. 45 വയസ്സാകുമ്പോൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് എക്സസൈസ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മെഡിസിനും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഗൈഡൻസ്, അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ തന്നെ കാണണമെന്ന് പറയുന്നത്. കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മുട്ടുവേദനയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കി എന്നിട്ടും നമ്മൾക്ക് മാറിയിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് വെച്ചാൽ അടുത്ത സ്റ്റേജ് MRI ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടോ നോക്കും. സർജിക്കലാണെങ്കിൽ നമ്മൾ ഈ സർജറിക്ക് റെഫർ ചെയ്യും. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൺസർവേറ്റീവ് ഈ ഒരു മാസം ചിലപ്പോൾ 3 മാസം ആവുമെന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. നമ്മൾ 1 മാസം കൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഇത്രയും മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേദനയോ അല്ലെങ്കിൽ വേദന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ ഡോക്ടറെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡോക്ടറെ, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഈ ഇതുപോലെയുള്ള വേദനകൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും എക്സസൈസുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത്, അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, മുട്ടുവേദനയ്ക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേദനയുള്ള സമയത്ത് എക്സസൈസ് ചെയ്യരുത് എന്നുള്ളതാണ്. എപ്പോഴാണോ നമ്മളെ വേദന കുറഞ്ഞു വരുന്നത് ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാവൂ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുകൾ വരാറുള്ളൂ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐസോമെട്രിക് ടൈപ്പ് എക്സസൈസ് എന്ന് പറയും. അതായത് നമ്മളെ ജോയിൻറ്റ് എപ്പോഴാണോ നമ്മൾ ചില ആളുകൾ പറയും കാലിങ്ങനെ മടക്കി നിർത്താൻ പറഞ്ഞു പക്ഷെ വേദന കൂടി. ഇപ്പം ഇന്നലെയും കൂടി ഒരു പേഷ്യൻ്റ് അങ്ങനെ പറഞ്ഞു, മടക്കി നിർത്തുമ്പോൾ വേദന കൂടി ഡോക്ടറെ പറയും. അപ്പോൾ ജോയിൻറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ പെയിന് കൂടും. അപ്പോൾ ഈ ഐസോമെട്രിക് എക്സസൈസിൻ്റെ ഉദ്ദേശം ജോയിൻറ്റ് മൂവ് ചെയ്യില്ല, അതേസമയം ആ നീ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഈ മസിലിനെ ജോയിൻറ്റ് മൂവ് ചെയ്യാതെ തന്നെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്കറിയാം, ഒരു ടവൽ വെക്കുന്നു, നമ്മൾ പില്ലോ എന്തെങ്കിലും കാല് നീട്ടിയിരിക്കുന്ന ആൾ കാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗത്ത് പുറകിൽ നമ്മളൊരു പില്ലോ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അമർത്തി പിടിക്കുന്നു, പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മളെ ക്വാഡ്രിസെപ്സിൻ്റെ കൺട്രാക്ഷനാണ് വരിക. ഈ ക്വാഡ്രിസെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഒരിക്കലും പേഷ്യൻറ്റിന് പെയിന് വരുന്നില്ല. പിന്നെ നമുക്ക് ഷോർട്ട് ആർക്ക് കോഡ് എന്ന് പറഞ്ഞ എക്സസൈസ് ഒക്കെ ഉണ്ട്. മുട്ടിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കാലുമെല്ലാം അങ്ങനെ പൊക്കുന്ന എക്സസൈസ് അടുത്ത സ്റ്റേജിലാണ് വരും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 1-2 കാലിൻ്റെ അടിയിൽ ഇൻ ബിറ്റ്വീൻ നീ ജോയിൻറ്റ്, കാലിൻ്റെ അടിയിൽ നമ്മൾ ഒരു പില്ലോ വെച്ചിട്ട് ഉള്ളിലോട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യും. അത് നമ്മളെ ഒരു വാസ്റ്റസ് മീഡിയാലിസ് മസിലുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ മുട്ട് മാറ്റിയേക്കാന്ന് വിചാരിച്ചോളൂ. മുട്ട് മാറ്റിവെക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഈ ഒരു VMO മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ സർജറിയുടെ സക്സസ് റേറ്റ് അത്രയും കൂടുന്നാണ് പറയുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മസിൽ. അപ്പോൾ മുട്ടിൻ്റെ അടിയിൽ നമ്മളൊരു പില്ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, താഴോട്ട് നിലത്തോട്ട് അമർത്തി 10 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കും. എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്യും.
പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യും, റിലീസ് ചെയ്യും. നമ്മളത് 10 എണ്ണം രാവിലെ ഉച്ചക്ക് വൈകിട്ടൊക്കെ ചെയ്യാൻ പറയും. പതുക്കെ പതുക്കെ പേഷ്യൻ്റെ പെയിന് കുറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എണ്ണം കൂട്ടണം. ഈ എണ്ണം തീരുമാനിക്കുന്ന പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് എത്രത്തോളം ബുദ്ധിമുട്ട് കുറവാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ ആ ഒരു നമ്പർ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെ ചെയ്യാൻ പറ്റുന്നത് മലന്ന് കടന്നിട്ട് വേദന ഇല്ലാത്ത കാലും എല്ലാം മടക്കി വെക്കും. അത് നമ്മൾ ബാക്കിന് സ്റ്റെബിലൈസ് ചെയ്യണം. അതായത് നമ്മൾ 2 കാലും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഊരവേദന കൂടാനുള്ള സാധ്യതയുണ്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക്. ഒരു കാല് മടക്കി വെച്ചിട്ട് നമ്മൾ കാൽമുട്ട മടക്കാതെ ഒരു 45 ഡിഗ്രിയിൽ നമ്മൾ കാലിങ്ങനെ പൊക്കി വെച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കും. ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരേ സമയം നമ്മൾ കാൽമുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മസിലിനെയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അതേസമയം നീ ജോയിൻറ്റിൻ്റെ പെയിന് കൂടുതൽ നമ്മൾ SLR എന്ന് പറയും, സ്ട്രേറ്റ് ലെഗ് റേസ്. ഇതുപോലെ ചെറിയ ഈ 2-3 എക്സസൈസ് റെഗുലറായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് മുട്ടുവേദന ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, മസിൽ വേസ്റ്റിംഗ് എന്ന് പറയും. നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് മസിൽ ചുരുങ്ങിപ്പോകും. ആ ചുരുങ്ങിപ്പോകുന്ന മസിൽ വേസ്റ്റിംഗ്, ഡിസ്യൂസ് അട്രോഫി എന്നൊക്കെ പറയുന്ന കണ്ടീഷനെ ഒഴിവാക്കാനും നമുക്ക് ഈ ചെറിയ 3 എക്സസൈസ് ചെയ്താൽ മതി. മുട്ടുവേദനയെ കുറിച്ചും അതിൽ ഒരു പേഷ്യൻറ്റിനുണ്ടായ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിലൂടെ ഉണ്ടായ മാറ്റത്തിനെ കുറിച്ചാണ് ഡോക്ടർ നമ്മളെടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വേദനയോ അല്ലെങ്കിൽ വേദന സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. എൻ്റെ പേര് KPK തങ്ങൾ, പെരിന്തൽമണ്ണ. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസം നിർത്തി 3-4 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വരുമ്പോൾ മുട്ടിനൊരു വേദന ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്ന ഞാൻ കൂട്ടുകാരുമായി വാക്കിങ്ങിന് പോകുമ്പോൾ എനിക്ക് അവരെപ്പോലെ നടക്കാൻ കഴിയില്ലായിരുന്നു. കുറച്ച് നടക്കുമ്പോഴേക്കും കാലിൻ്റെ മുട്ടിൽ വേദന വരികയും ഞാൻ നടത്തം നിർത്തി തിരിച്ചു പോരുകയും ചെയ്തിരുന്നു. ആ അവസരത്തിൽ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ മങ്കടയിലുള്ള ക്രസൻറ്റ് ആയുർവേദിക് ഓർത്തോ ക്ലിനിക്കിനെ പറ്റി പറഞ്ഞു തരികയും അവിടുത്തെ ടെലിഫോൺ നമ്പർ തരികയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ ഡോക്ടർ ഷമീർ തോടെങ്ങൽ എന്ന സാറുമായി സംസാരിക്കുകയും എന്നോട് നേരിട്ട് വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്കെൻ്റെ കാൽമുട്ട് വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് ഞാൻ അൽഹംദുലില്ലാഹ് 5 കിലോമീറ്ററും 10 കിലോമീറ്ററും 21 കിലോമീറ്റർ വരെ ഓടി മാരത്തോണുകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 5-10 കിലോമീറ്റർ നടക്കുവാനൊന്നും എനിക്കൊരു പ്രയാസവുമില്ല. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് വരെ നടന്നിട്ടുണ്ട്. പിന്നീട് അതിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വല്ല വേദന സംബന്ധമായോ മറ്റോ വല്ല അസുഖങ്ങളോ ഉണ്ടെങ്കിൽ മങ്കട ക്രസൻറ്റ് ആയുർവേദിക് ക്ലിനിക്കുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.